ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്. കോളിഫ്ലവർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയാണ്. നമ്മുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് വേണ്ടത്. അത്യാവശ്യം വലിയ സവാളയാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം. ഒരു കൈപ്പിടി മല്ലിയില എടുക്കാം. ഒരു 3-4 പച്ചമുളക് എടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും മല്ലിയിലയും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. സവാളയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഏതൊരു ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ടൊന്ന് ഊറ്റിയെടുക്കാം. ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് എടുക്കരുത്, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി വരാൻ വേണ്ടി നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിലും അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്ന ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേണ്ടി കോളിഫ്ലവർ അരിഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബോക്സിൽ 2 മാഗി ക്യൂബ് ഉണ്ടാവും. നമ്മളിതിലേക്ക് 1 മാഗി ക്യൂബ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു പിടി മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്